ഹലോ ഗൈസ്, ഞങ്ങളാണ് മഞ്ഞിനിക്കൊമ്പിൻ്റെ ടീംസ്. ഹായ്. ഞങ്ങൾ ക്രിസ്മസ് ആയിട്ട് ബറോസ് സിനിമ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. മോഹൻലാൽ എന്ന മഹാനടൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് ബറോസ്. അതിൻ്റെ നിർമ്മാണം പതിവ് പോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂരാണ്. അതിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് ജിജോ പുന്നൂസ്, സംഗീതം ലിഡിയൻ നാദസ്വരം, ക്യാമറാമാൻ പിന്നെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും സുപരിചിതനായ സന്തോഷ് ശിവനാണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് ശ്രീകർ പ്രസാദ്. അപ്പോൾ ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ പടം നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ പടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള പടമാണ്. കുട്ടികൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ തന്നെ വലിയവർക്കും കാണാം, നല്ല പടമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടെക്നോളജിയാണ്. ഇന്ന് വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് മോഹൻലാൽ ഈ പടം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫ്രെയിം ബ്രേക്ക്, അത് എനിക്ക് തോന്നുന്നു അവതാർ സിനിമയിലൊക്കെ കണ്ടതിനേക്കാൾ കൂടുതലായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഗ്രാഫിക്സ്, ആ ഒരു ടെക്നോളജീസിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അവതാരമൊക്കെ കാണുന്ന പോലെ അത്രയും ക്ലാരിറ്റിയോടെ തന്നെയാണ് ഈ പടം എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തെ പാട്ടുകൾ കുഴപ്പമൊന്നുമില്ല, നല്ല പാട്ടുകളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു പാട്ട്, ഇസബെല്ല എന്ന് പറഞ്ഞ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ്. പിന്നെ നല്ലൊരു മെസ്സേജ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ അവസാനം ഒരു സസ്പെൻസ് നമുക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല മോനെ, ഭയങ്കര നല്ല അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് വേൾഡ് ക്ലാസ് ഫിലിമിലോട്ട് തന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇത്രയും നല്ലൊരു പടം അത് ബറോസ് തന്നെ ആയിരിക്കും. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ 3D എഫക്റ്റാണ്, ഒരു രക്ഷയില്ല മോനെ, നമുക്ക് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് പടം ചെറുതായിട്ടൊരു ലാഗ് പോലെ തോന്നിക്കുമെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്, നമുക്ക് ഒരു ലാഗും ഇല്ലാണ്ട് തന്നെയാണ്. ഇതിൻ്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ ഒരു പോർച്ചുഗീസ് നാടോടി കഥ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ ഇൻട്രോയോട് കൂടെയാണ് കഥ തുടങ്ങുന്നത് തന്നെ. അത് അതേപോലെ തന്നെയാണ് ഒരു നാടോടി കഥ, അല്ലെങ്കിൽ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള നിധി കാക്കുന്ന ഭൂതം, പിന്നെ ഭൂമിയുടെ കയ്യിൽ നിന്ന് നിധി തട്ടിപ്പറിച്ച ഭൂതം, അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള നാടോടി കഥ പോലത്തെ നാടോടി കഥയാണ്. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം സൂപ്പർ. ഇതൊരു ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു 3D ഫാൻറ്റസി ജോണറിൽ വന്നിട്ടുള്ള പടത്തിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് തന്നെയായിരിക്കും പടം. അതിന് യാതൊരു സംശയമില്ല. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്ട്രീം സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ. അപ്പോൾ എല്ലാവരും സിനിമ പോയി കാണുക, നല്ല അടിപൊളി പടമാണ്. ബൈ.